നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് ഏകദേശം കുറച്ച് ആഴ്ചകൾക്ക് മുന്നേ തന്നെ OTT റിലീസ് ചെയ്ത ഒരു സിനിമയുടെ വിശേഷമാണ്. തിയേറ്ററിൽ അത്യാവശ്യം നല്ല ഹിറ്റാട്ടിൽ ഇടം പിടിച്ച ഒരു സിനിമ. ഭയങ്കര വലിയ വിജയമൊന്നും ആയില്ലെങ്കിലും അത്യാവശ്യം തരക്കേടില്ലാത്ത കളക്ഷനൊക്കെ കിട്ടിയ സിനിമയാണ്. സിനിമയുടെ പേര് പൊന്മാൻ. ബേസിൽ ജോസഫാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ബേസിൽ ജോസഫിനോടൊപ്പം സജിൻ ഗോപു ഉണ്ട്, ലിജോ മോളുണ്ട്, ആനന്ദ് മന്മഥനുണ്ട്, ദീപക് പറമ്പിലുണ്ട് എന്ന് വേണ്ട നമുക്കറിയാവുന്ന കുറച്ചധികം താരങ്ങളൊക്കെ ഉണ്ട്. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ജ്യോതിഷ് ശങ്കർ, തിരക്കഥ എഴുതിയിരിക്കുന്നത് GR ഇന്ദുഗോപനും ജസ്റ്റിൻ വർഗീസും രണ്ടുപേരും കൂടിയാണ്. GR ഇന്ദുഗോപൻ്റെ സ്ക്രിപ്റ്റൊക്കെ നമുക്ക് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ്, ആള് കിടിലമാണ്. ഈ സ്ക്രിപ്റ്റും അതുപോലെ തന്നെ വളരെ മികച്ച സിനിമ. എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ വളരെ മികച്ച ഒരു അനുഭവം. കിടിലം സിനിമ എന്ന് തന്നെ പറയേണ്ട വരും. നല്ല എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോകാനും നല്ല രീതിയിൽ എഴുതിയ നല്ല ഡയലോഗ്സും ഒക്കെ ആയിട്ട് വന്നൊരു സിനിമ. നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ടുവേർഡ്സ് ദ എൻഡ് ഇപ്പോൾ നമ്മൾ അയ്യപ്പനും കോശിയൊക്കെ പോണ പോലെ നല്ല എൻഗേജിങ് ആയിട്ട് അവസാനം വരെ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. പെർഫോമൻസ് പറയുകയാണെങ്കിൽ എൻ്റെ അമ്മോ, ബേസിൽ ജോസഫ് ഇത്ര നാൾ ബേസിൽ പല സിനിമകളിൽ അഭിനയിച്ചെങ്കിലും ഓഫ് കോഴ്സ് ഇതാ സൂക്ഷ്മദർശിനിയിലൊക്കെ കൊള്ളാം, അടിപൊളിയാണ്. ബട്ട് ഈ ഒരു പെർഫോമൻസിനെ കവച്ച് വയ്ക്കാൻ വേറൊരു പെർഫോമൻസ് പറയാൻ പറ്റില്ല. ആ മാതിരി കിടിലമാണ് ബേസിൽ, ഒരു രക്ഷയില്ല. ചില സീൻസിലൊക്കെ ഇപ്പോൾ പലരും ക്ലിപ്പിംഗ് ഒക്കെ എടുത്തിട്ട് കാണിക്കണ ഒരു ആനന്ദ് മന്മഥനുമായിട്ടുള്ള സീൻസൊക്കെയാണ്. പക്ഷെ അതല്ലാണ്ട് സജിനുമായിട്ട്, അതായത് നമ്മുടെ അമ്പാനുമായിട്ടുള്ള കോമ്പിനേഷൻ സീനിലൊക്കെ ചില സമയത്ത് അമേസിങ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. കിട്ടില്ലം പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള ബേസിൻ്റെ ഏറ്റവും സൂപ്പർ പെർഫോമൻസ് ഏതാണെന്ന് ചോദിച്ചാൽ പൊന്മാനിലെ അഭിനയത്തിന് കൈയിട്ട് കൊടുക്കണം. അതിന് നാച്ചുറലായിട്ടും അതിന് കിടിലമായിട്ട് വേറൊരു പല ഷെയ്ഡുകളെല്ലാം അജീഷ് എന്ന കഥാപാത്രം കിടിലമായിട്ട് ചെയ്തു. മാതിരി ഈ കഥാപാത്രത്തിൻ്റെ മുന്നിൽ പിടിച്ച് നിൽക്കാൻ ശരിക്കും പറഞ്ഞാൽ അമ്പാൻ്റെ കഥാപാത്രം പണിപ്പെട്ടോന്ന് എനിക്ക് തോന്നിപ്പോയത്. കാരണം സജിൻ ഗോപു ലുക്കിലൊക്കെ വെച്ചിട്ട് കിടിലമായിരുന്നു. ഭയങ്കര നാച്ചുറലായിട്ട് ലുക്കിലൊക്കെ നല്ല കിടിലം. നമ്മുടെ മണിച്ചേട്ടനെയൊക്കെ ആ ഒരു ഇമ്പാക്റ്റൊക്കെ കൊണ്ടുവരണം. കലാമണിച്ചേട്ടൻ്റെ ഒക്കെ വില്ലൻ അതൊക്കെ നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം ഡയലോഗ് ഡെലിവറിയിൽ എവിടെയോ ഒരു ചെറിയ, അല്ലെങ്കിൽ ബേസിലിൻ്റെ പെർഫോമൻസ് ഇങ്ങനെ കത്തി നിൽക്കണമെന്നാണെന്ന് അറിയില്ല, ഇത്തിരി ഒരു അമ്പാൻ കുറച്ച് സൈഡായി പോയോ എന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ. ഇന്നലെ സിനിമ കണ്ടത് ഈ രണ്ടുപേരുടെ പെർഫോമൻസാണ് ഇന്നത്തെ ഹൈലൈറ്റ്. എന്ന് വെച്ചാൽ നമ്മുടെ ആനന്ദ് മന്മഥൻ്റെ പെർഫോമൻസും അതുപോലെ തന്നെ ലിജോ മോളുടെ പെർഫോമൻസും പറയാണ്ടിരിക്കാൻ പറ്റില്ല. ലിജോ മോളുടെ ഒരു സീനിലെ ലിജോ മോളുടെ ഒരു ആക്ടിംഗ് ഒക്കെ ഉണ്ട്, അമേസിങ് ആക്ട്രസ്, പറയാണ്ടിരിക്കാൻ പറ്റില്ല. കിടിലമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, നാച്ചുറലായിട്ട് അഭിനയിക്കുന്നത്. ആനന്ദ് മന്മഥനും അതുപോലെ തന്നെ നല്ല രസമായിട്ട് ഒരു സഖാവായിട്ട് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പറായിരുന്നു ആനന്ദിൻ്റെ പെർഫോമൻസും. പിന്നെ പറയുകയാണെങ്കിൽ അങ്ങനെ വേണ്ട ഈ 4-5 പേരുടെ കഥാപാത്രമാണ് ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ്. തീർച്ചയായിട്ടും മിസ്സാക്കാണ്ട് കണ്ടു നോക്കേണ്ട സിനിമയാണ് പൊന്മാൻ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ മനോഹരമായിട്ട് ഒരു മെസ്സേജും ഈ സിനിമ പറയുന്നുണ്ട്. അപ്പോൾ കണ്ടു നോക്കൂ, കണ്ടിട്ട് വിശേഷങ്ങൾ അറിയിക്കൂ. മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വേറൊരു ദിവസം വരാം. Thank you for watching my videos and thank you for all the support and bye bye.